ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്നേഹ സന്തോഷ്. ഞാൻ കൊല്ലം മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. സോ നമ്മൾ കാണുന്നത് പോലെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് ഈ 3 ചിത്രങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് ഫ്രൂട്ട്സ് ആണ്, രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് ഡയമണ്ട് ആണ്, മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് പെൻസിലാണ് കാണുന്നത്. സോ നമുക്കത് ഗ്രാഫൈറ്റ് മനസ്സിലാവും. ഈ 3 ചിത്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് കണ്ടുപിടിക്കാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് പറ്റിയില്ലെങ്കിലും പക്ഷേ നമുക്ക് അതിന്റെ കെമിസ്ട്രി അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ 3 കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഈ 3 ചിത്രത്തിലുമുള്ള സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്, കോമൺ ആയി അടങ്ങിയിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിലും അതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലും നമുക്കറിയാം, നമുക്ക് ചുറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് കാർബൺ ഉള്ളത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലുണ്ട്. സോ എർത്തിന്റെ ക്രസ്റ്റിലും അറ്റ്മോസ്ഫിയറിലും ഉള്ള കാർബണിന്റെ അളവ് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവായിരിക്കും, മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ്, അതായത് വെരി ലെസ് ദാൻ 1% ആണ് ഉള്ളത്. പക്ഷെ കാർബണിന്റെ കോമ്പൗണ്ട്സ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കാർബൺ മറ്റ് എലമെന്റ്സ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ്, ഏത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് കാർബൺ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് വി ഹാവ് ടു നോ അബൌട്ട് വാലൻസി ആൻഡ് വാലൻസ് ഇലക്ട്രോൺ. കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയാം. അറ്റോമിക് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി ആണ് നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസിന് അത് ഈക്വൽ ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമുക്കറിയാം ഒരു ആറ്റത്തിന് ഒരു ഷെല്ലുണ്ട്, സബ് ഷെല്ലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ് ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേൾക്കൂ. അതായത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്താണ് നമ്മൾ അതിന് വാലൻസ് ഇലക്ട്രോൺസിനെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. ഓക്കെ, സോ നൗ നമ്മൾ പറഞ്ഞു ബോണ്ട് ഫോർമേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. സോ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ എഴുതേണ്ടതെന്ന്. 1s2 2s2 2p2 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ഷെല്ലാണ്. സെക്കൻഡ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 4. സോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. സോ ഇനി 4 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു എലമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെപ്പോഴും സ്റ്റേബിൾ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു റൂളാണ്, ഒക്ടക്റ്റ് റൂൾ. ഒക്ടക്റ്റ് റൂൾ എന്ന് പറയുന്നത് 8 ഒക്ടക്റ്റ് 8 എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവര് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ എത്തണം. അതാണ് ഒക്ടക്റ്റ് റൂൾ. അപ്പൊ ഏതൊരു എലമെന്റോ അല്ലെങ്കിൽ ഏതൊരു ആറ്റമോ എന്ത് ചെയ്യും? ഒക്ടക്റ്റ് റൂളിലേക്ക് എത്താൻ നോക്കുള്ളൂ. നമ്മുടെ കാർബണ് 4 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട്, 4 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് 8ലേക്ക് എത്താൻ അവന് 4 ഇലക്ട്രോൺസിനെ നേടുകയോ 4 ഇലക്ട്രോൺസിനെ കൊടുക്കുകയോ ചെയ്യാം. 4 ഇലക്ട്രോൺസിനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുക എന്ന് എളുപ്പം പറഞ്ഞാലും 4 ഇലക്ട്രോൺസിനെ കൊടുക്കുമ്പോൾ എനർജി ഡിപ്പെൻഡന്റ് ആണ്. സോ 4 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ അവൻ പോവില്ല. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ നേടുക സന്തോഷമുള്ളതാണ്. പക്ഷേ 6 പ്രോട്ടോൺസിനെ കിട്ടിയ 4 ഇലക്ട്രോൺസ് കൂടെ ചേർത്ത് 10 ഇലക്ട്രോൺസിനെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അതിനും നമ്മുടെ കാർബൺ പോവില്ല. അപ്പൊ കാർബൺ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവന് സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ അവൻ ചിന്തിച്ച ഒരു കാര്യമാണ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെയാണ് നമ്മുടെ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൊവാലന്റ് ബോണ്ട്. കാർബണിന്റെ ബോണ്ടാണ് കൊവാലന്റ് ബോണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ കൊവാലന്റ് ബോണ്ടിനെ കുറിച്ച് കൂടുതൽ പറയാണ്.
കൊവാലന്റ് ബോണ്ട് നമ്മൾ പറഞ്ഞു ഷെയറിംഗ് ആണ് അവിടെ മെയിൻ ആയിട്ട്. ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആറ്റം അല്ല ഇൻവോൾവ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണോ ഇൻവോൾവ് ആയിട്ടുള്ള ആറ്റം അതിന്റെ എല്ലാത്തിനും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഓഫ് ആറ്റം ബൈ ഗീവിംഗ് ദ ഇലക്ട്രോൺസ് ഫ്രം ഇറ്റ്സ് വാലൻസ് ഷെൽ. ആ ഓരോരോ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ കോൺട്രിബ്യൂഷൻ, രണ്ടിന്റെയും കോൺട്രിബ്യൂഷൻ ആണ്. മിനിമം അറ്റ്ലീസ്റ്റ് 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് എങ്കിലും ഇൻവോൾവ് ആയിരിക്കും. കാരണം ഒരു ബോണ്ട് ഫോം ചെയ്യണ്ടേ, രണ്ടും ഷെയർ ചെയ്യണം. സോ 1 പെയർ എങ്കിലും അവിടെ ഇൻവോൾവ് ആയിരിക്കും. നമുക്ക് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ അങ്ങനെ കൊവാലന്റ് ബോണ്ട്സ് ഉണ്ട്. സിംഗിൾ കൊവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിംഗിൾ 1 പെയർ ഓഫ് ഇലക്ട്രോൺ, അതായത് 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. 1 പെയർ ഓഫ് ഇലക്ട്രോൺ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോറിൻ മോളിക്യൂൾ. ക്ലോറിൻ മോളിക്യൂളിന്റെ നമ്മുടെ അറ്റോമിക് നമ്പർ 17 ആണ്. അറ്റോമിക് നമ്പർ 17 ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസിന് നമുക്ക് കാണാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 7 ഇലക്ട്രോൺസിന് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിട്ടും. സോ ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് ആണ് ഉള്ളത്. ഓരോന്നിനും ഓരോ ഇലക്ട്രോൺസിനെ വേണം സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ. സോ ഇവനെ നോക്കുകയാണെങ്കിൽ, ഈ ക്ലോറിൻ ആറ്റത്തിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോണിനെ അവൻ വാങ്ങിച്ചതായി കാണാം. നമുക്ക് ഈ സർക്കിളിന്റെ ഉള്ളിലേക്ക് കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ അവൻ ഇവിടുന്നും ഒരെണ്ണത്തിനെ വാങ്ങി. അതായത് 2 ഇലക്ട്രോൺസിന്റെ ഒരു കണക്ഷൻ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഒരു ബോണ്ട് കണ്ടു. അതാണ് എന്ത്? സിംഗിൾ കൊവാലന്റ് ബോണ്ട്. സോ എക്സാമ്പിൾ ക്ലോറിൻ മോളിക്യൂൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഡബിൾ കൊവാലന്റ് ബോണ്ടിലേക്ക് വരികയാണെങ്കിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ, 2 പെയർ ഷെയർഡ് ആണ്. എക്സാമ്പിൾ ഓക്സിജൻ മോളിക്യൂൾ, അതിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട് നമുക്കറിയാം. സോ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 2. കാരണം 2 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അവൻ എന്താവും? ഒക്ടക്ട് റൂള് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, സ്റ്റേബിൾ ആവാൻ പറ്റും. ഓക്കെ, അവന് സന്തോഷമാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇലക്ട്രോണിനെ ഇവിടുന്ന് ഈ ഓക്സിജൻ ആറ്റം 2 ഇലക്ട്രോണിനെ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്, നമുക്ക് കാണാം ഈ ഫിഗറിൽ. അതുപോലെ ഇതില് ഈ ഓക്സിജൻ ആറ്റവും ഇവന്റെ 2 ഓക്സിജനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. സോ അവിടെ ഡബിൾ ബോണ്ട് ആണ് ഉണ്ടായത്. സോ അത് ഡബിൾ കൊവാലന്റ് ബോണ്ട്. ഇനി ട്രിപ്പിൾ കൊവാലന്റ് ബോണ്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയൂ. എസ്, നൈട്രജൻ. നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 5 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓരോന്നിലും നൈട്രജൻ എന്ന് പറയുമ്പോൾ N2 എന്നല്ല റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നൈട്രജന് 5 ഇലക്ട്രോൺ ആണുള്ളത്. 3 എണ്ണം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും 3 എണ്ണം ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ കാണാം, ഇവിടെയുള്ള ഈ നൈട്രജൻ ആറ്റം അവന്റെ 3 ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഈ നൈട്രജൻ ആറ്റം ഇവിടുന്ന് 3 എണ്ണത്തിനെയും ഷെയർ ചെയ്യും. സോ ഇവിടെ 3 ബോണ്ട്സ് ഫോം ചെയ്യും. ട്രിപ്പിൾ ബോണ്ട്, 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഷെയർഡ്, അതായത് 6 ഇലക്ട്രോൺസ് ഷെയർഡ് ആണ്. സോ ഇവിടെ നമുക്ക് ട്രിപ്പിൾ കൊവാലന്റ് ബോണ്ട് കിട്ടും. സോ കൊവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഷെയറിംഗ് ആണ്. ഓരോ ആറ്റത്തിനും കോൺട്രിബ്യൂഷൻ കാണും. മിനിമം ഒരു പെയർ, 2 ഇലക്ട്രോൺസ് എങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അതായത് കൊവാലന്റ് ബോണ്ടഡ് മോളിക്യൂൾസ് സ്ട്രോങ് ബോണ്ട് ആണ്. അതായത് മോളിക്യൂൾസിന്റെ ഉള്ളിൽ അവർ സ്ട്രോങ് ആണ്, പക്ഷെ ഇന്റർമോളിക്കുലർലി അവർ വീക്ക് ആണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്റർമോളിക്കുലർലി അവർ വീക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ലോ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. പിന്നെ ഇവർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിനെ അങ്ങനെ വലുതായിട്ട് കണ്ടക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ പാസ് ചെയ്യിപ്പിക്കൂല. കാരണം എന്താണ്? ഇലക്ട്രോൺസ് നമ്മളിവിടെ ഷെയർ ചെയ്യാണ്. ആർക്കും ഒന്നും സ്വന്തമല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയോ ഇങ്ങോട്ട് വാങ്ങിക്കുകയോ അല്ല. 2 പേർക്കും തുല്യ അവകാശമുള്ള ഇലക്ട്രോൺസ് ഷെയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. സോ ഒരു ചാർജ് പാർട്ടിക്കിൾ ഇവിടെ ഫോം ചെയ്യുന്നില്ല. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ചാർജസിന്റെ ഒരു ഫ്ലോ ആണ്. സോ ഇവിടെ ഇലക്ട്രിസിറ്റിനെ പറ്റി പറയാനില്ല. നോ കണ്ടക്ടർ, ഇറ്റ്സ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ നെക്സ്റ്റ് വൺ, കാർബൺ ഫോം ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് കൊവാലന്റ് ബോണ്ട് ആണ്? ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളിവിടെ കൊവാലന്റ് ബോണ്ടിനെ പറ്റിയാണ് പറയുന്നത്. മെയിൻലി കാർബൺ കൊവാലന്റ് ബോണ്ടിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാർബൺ 3 തരത്തിൽ, അതായത് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഹൈഡ്രജൻ എടുത്താലോ? ഹൈഡ്രജനും കാർബണും എടുത്തു. ഹൈഡ്രജനും കാർബണും എടുത്താൽ കാർബൺ എന്ന് പറയുന്നത്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഹൈഡ്രജനും കാർബണും എടുത്തു. അപ്പൊ നമുക്കറിയാം കാർബൺ എന്ന് പറയുന്നത്, കാർബൺ നമുക്ക് 4 വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്.
ഹൈഡ്രജൻ എന്ന് പറയുന്നത് മോണോവാലന്റ് ആണ്. മോണോവാലന്റ് എന്ന് പറഞ്ഞാൽ അവന് ഒരു വാലൻസേ ഉള്ളൂ, ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. സോ ഇവ രണ്ടുപേരും, അതായത് ഹൈഡ്രജന് ഇവന്റെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്താൽ, കാർബണിന്റെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തപ്പോൾ ഇവൻ സ്റ്റേബിൾ ആയി, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു അല്ലെ. അപ്പൊ ഇവൻ ഓക്കെ ആയി. പക്ഷെ നമ്മുടെ കാർബൺ ഇപ്പോഴും സ്റ്റേബിൾ ആയില്ലല്ലോ, 3 ഇലക്ട്രോണും കൂടെ കാർബൺ വേണ്ടേ. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് 3 ഹൈഡ്രജനെയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ 3 ഹൈഡ്രജനെയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോ ഇവര് തമ്മിൽ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തു. ഇവിടുത്തെ ഹൈഡ്രജൻ ഓക്കെ, ഇവിടുത്തെ ഹൈഡ്രജനും ഓക്കെ, 2 ഇലക്ട്രോൺ ആയി. ഇവിടുത്തെ ഹൈഡ്രജനും ഓക്കെ. ഇനി ഈ ഹൈഡ്രജന്റെ ഓരോരോ ഇലക്ട്രോൺ, അതായത് 4 ഹൈഡ്രജന്റെ 4 ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യും, കാർബൺ ഇങ്ങ് ഷെയർ ചെയ്യും. അപ്പൊ കാർബൺ മൊത്തം ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി, 8 ഇലക്ട്രോൺ. അപ്പൊ കാർബൺ ഈസ് സ്റ്റേബിൾ. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ ആയിട്ട്. ഫോർ എക്സാമ്പിൾ, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കാം. ഇഫ് യു ടേക്ക് ഹൈഡ്രജൻ വിച്ച് ഇസ് മോണോവാലന്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വാലൻസി, one electron for stability മതി, ഒരു ഇലക്ട്രോൺ മതി. ഹൗ ഡസ് ഇറ്റ് ഫോം ബോണ്ട്സ് വിത്ത് ഹൈഡ്രജൻ? എങ്ങനെയാണ് അത് ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്? നമ്മൾ കണ്ടു, ഒരു സിംഗിൾ കാർബൺ ആറ്റത്തിന്റെ 4 വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ഡിഫറെന്റ് ഹൈഡ്രജനുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ മീതെയിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് ഫോം ചെയ്തത്, CH4. H 4 ഉണ്ട്. സോ CH4 ഓരോന്നിലും, അതായത് ഇവിടെ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്. സോ എല്ലായിടത്തും ഓരോ സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണ് കാർബണും നമ്മുടെ ഹൈഡ്രജനും തമ്മിലുള്ളത്. സോ ഇങ്ങനെയാണ് കാർബൺ സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ. ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോർമേഷനിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എക്സാമ്പിളായി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. സോ കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു സിംഗിൾ കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ആണുള്ളത്. കണ്ടോ, ഒരു കാർബണും 2 ഓക്സിജനും. വാലൻസി ഓഫ് ഓക്സിജൻ 2 ആണ്, കാരണം വാലൻസ് ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് വേണം, 2 ഇലക്ട്രോണും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാം. അതുകൊണ്ടാണ് വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. കാർബണിന്റെ 4 ആണ്, കാരണം 4 എണ്ണം കൂടെ അവന് കിട്ടണം, ഷെയർ ചെയ്യണം. Here out of 4 valence electrons of carbon atom, 2 ഇലക്ട്രോൺ, അതായത് കാർബൺ ആറ്റത്തിന്റെ ഈ 4 എണ്ണത്തിൽ കണ്ടില്ലേ, ഈ പച്ച 2 എണ്ണം ഇത് കാർബണിന്റെ ആണ്. ഈ 2 എണ്ണം നമ്മുടെ ഓക്സിജന്റെ 2 എണ്ണമായിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഓക്സിജന് 2 ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കിട്ടി, അവൻ സന്തോഷമായി, അവൻ സ്റ്റേബിൾ ആയി. ഇവിടുത്തെ ഓക്സിജനും 2 കാർബണിന്റെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് കിട്ടി, അവനും സന്തോഷമായി, അവന്റെ ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ 8 ഇലക്ട്രോൺസ് കിട്ടി, അവനും സ്റ്റേബിൾ ആയി. സോ ഓക്സിജൻ 2ഉം സ്റ്റേബിൾ ആയി. ഇനി കാർബൺ എന്ന് പറയുന്നതോ, കാർബണിന് ഓക്സിജന്റെ അതായത് ഓരോ ഓക്സിജനിൽ നിന്നും 2 ഇലക്ട്രോൺസ് കിട്ടി. സോ അപ്പോ കാർബൺ ടോട്ടൽ 4 ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കിട്ടി. സോ കാർബണും ഹാപ്പിയായി, കാർബണിന്റെയും ഒക്ടറ്റ് ശരിയായി. അങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ കിട്ടി. നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. Each oxygen atom shares electron with each carbon atom. Each oxygen atom shares 2 electrons with carbon atom എന്നാണ്. 2 ഇലക്ട്രോൺസിനെയാണ് നമ്മുടെ കാർബൺ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓരോ ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നത് 2 ഇലക്ട്രോൺസിനെയാണ്. അപ്പോൾ ഓരോ ഓക്സിജൻ ആറ്റം 2 ഇലക്ട്രോൺസിനെയല്ലേ ഓരോ ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എത്ര ബോണ്ട് ഉണ്ടായത്, ഡബിൾ കോവാലന്റ് ബോണ്ട് ആണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. 2 സൈഡിലും ഡബിൾ കോവാലന്റ് ബോണ്ട് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ കാർബൺ ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഓക്സിജൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത്. അതിന്റെ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന മോളിക്യൂൾ ആണ്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. അതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് പോയിസണസ് ആയിട്ടുള്ള, കുറച്ചല്ല എക്സ്ട്രീംലി പോയിസണസ് ആയിട്ടുള്ള, ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. സോ ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ നോക്കാം. HCN എന്നാണ് നമ്മൾ കെമിക്കലി ഫോർമുല പറയുന്നത്, HCN. ഓക്കെ, സ്ട്രക്ചർ
ഒരു കാർബൺ ആറ്റം അറ്റാച്ച്ഡ് ടു ഒരു ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഒരു നൈട്രജൻ ആറ്റം. ഓക്കെ അല്ലേ? വാലൻസി ഓഫ് ഹൈഡ്രജൻ എത്രയാന്ന് പറ? 1. 1 വാലൻസി ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, സോ ഒരു ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ is shared with കാർബൺ. നമുക്കറിയാം കാർബണ് 1, 2, 3, 4 ഇലക്ട്രോൺ ഉണ്ട്, 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺ ഒരു ഹൈഡ്രജന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ്. സോ ഒരു കാർബണിന്റെ ഒരു ഇലക്ട്രോൺ നമ്മുടെ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്ത് ഹൈഡ്രജൻ സ്റ്റേബിളായി അല്ലേ? പക്ഷെ കാർബണ് ഇനിയും സ്റ്റേബിൾ ആവണമെങ്കിൽ 3 ഇലക്ട്രോണും കൂടെ അവന് ഷെയർ ചെയ്ത് കിട്ടണം. 3 ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ നൈട്രജന്റെ വാലൻസി എത്രയാ? 3 അല്ലേ? അതായത് 5 ഇലക്ട്രോൺസ് അവന് ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, പക്ഷെ അവന് 3 എണ്ണം കൂടെ നേടിയാലേ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ 3 എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 1, 2, 3, അതായത് ട്രിപ്പിൾ ബോണ്ട് 3, 2, 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നു. സോ വാലൻസി ഓഫ് ഹൈഡ്രജൻ ഈസ് 1. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ഈസ് ഷെയർഡ് വിത്ത് കാർബൺ ആറ്റം. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 5 ഇലക്ട്രോൺ ആണുള്ളത് എന്ന് പറഞ്ഞാൽ 3 അതിന്റെ വാലൻസി. ഇതിന് 3 ഇലക്ട്രോണും കൂടെ ഒക്ടറ്റിന് വേണ്ടിയിട്ട് കിട്ടണം. അപ്പൊ നൈട്രജന് കിട്ടിയല്ലോ നമ്മുടെ കാർബണിൽ നിന്ന്. ഓക്കെ, അപ്പൊ ട്രിപ്പിൾ കൊവാലന്റ് ബോണ്ട് ആണ് കാർബണും നൈട്രജനുമായിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രിപ്പിൾ കൊവാലന്റ് ബോണ്ട് ഓഫ് കാർബൺ ആണ് കാണുന്നത്. അപ്പൊ സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മുടെ കാർബൺ കുറെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് ഡൗട്ടുള്ള കാരണമാണ്. കാരണം നമ്മൾ എന്തെടുത്താലും, നമ്മൾ ഫുഡ് ഐറ്റംസ് എടുത്താലും, നമ്മളുടെ എന്ത് സംഭവം എടുത്താലും നമുക്ക് കാർബൺ അതിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ വണ്ടർ അടിച്ചു പോകും ചില സമയത്ത്. സോ അതിന് 2 മെയിൻ റീസൺസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അത് ടെട്രാ വാലൻസി ആണ്. അതായത് അതുകൊണ്ടാണ് നമ്മുടെ 4 വാലൻസി, ടെട്രാ എന്ന് പറഞ്ഞാൽ 4, വാലൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണെന്ന്. സോ കൊവാലന്റ് ബോണ്ട് ഫോർമേഷൻ വിത്ത് മെനി എലമെന്റ്സ്, ഒരുപാട് എലമെന്റ്സുമായിട്ട് അവൻ ബോണ്ട് കണക്ഷൻ ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കും കൊവാലന്റ് ബോണ്ട് വഴി. സോ അതാണ് ടെട്രാ വാലൻസി ആണ് ഫസ്റ്റ് റീസൺ. സോ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് കാർബൺ ഫോംസ് ബോണ്ട് വിത്ത് ഇറ്റ് സെൽഫ്. അവരായിട്ട് ബോണ്ട് ഫോം ചെയ്യും. കാർബൺ 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 എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. ലോങ് ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ്, ചെയിൻ തന്നെ ആവണം എന്നില്ല, ബ്രാഞ്ച് ആവാം, റിംഗ് ആവാം, അങ്ങനെ കാർബൺ ടു കാർബൺ ബോണ്ട്സ് ഒരുപാട് ഫോം ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാറ്റിനേഷൻ. സോ എന്തുകൊണ്ടാണ് ഈ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ പറ്റും. വൺ ഈസ് ടെട്രാ വാലൻസി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കാറ്റിനേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, നമ്മളുടെ ഈ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കാർബണിന്റെ ഒരുമാതിരി നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ കോമ്പൗണ്ട്സ്, കാർബണിന്റെ കോമ്പൗണ്ട്സിനെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ this is the combination of hydrogen with carbon. Carbon forms most bonds with many elements. പക്ഷേ ഏറ്റവും കൂടുതൽ കാർബൺ പ്രിഫർ ചെയ്യുന്നത്, കാർബൺ ഇഷ്ടമുള്ളത് ഹൈഡ്രജനോടാണ് അല്ലെ? ഹൈഡ്രോ കാർബൺസ് അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹൈഡ്രജനും കാർബണും മാത്രമേ ഉള്ളൂ, വേറെ ആരുമായിട്ട് ഒരു ബോണ്ട് ഫോർമേഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. മെയിൻലി ഇവരെ 2 പേരുമാണ് ഉള്ളത്. ബാക്ക് ബോൺ എന്ന് പറയുന്നത് കാർബണും ഹൈഡ്രജനുമാണ്. പക്ഷേ അവര് കൂടാതെ മറ്റ് എലമെന്റ്സിനും വരാം. അതിന് നമ്മൾ ഹൈഡ്രജനെ മാറ്റി വേറൊരു എലമെന്റിന് അവിടെ വരാം. അതിന് ഹെട്രോ ആറ്റംസ് എന്ന് പറയുന്നു. അത് ഏതാണോ വരുന്നത്, ക്ലോറിൻ, ബ്രോമിൻ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും. ആൽക്കഹോൾ ആണെങ്കിൽ OH വരും, അല്ലെങ്കിൽ COH ഗ്രൂപ്പ്, CO ഗ്രൂപ്പ്, COOH ഗ്രൂപ്പ്. ഈ ഓരോരോ ഗ്രൂപ്പ് വരുന്നതനുസരിച്ച് ആ ഒരു കോമ്പൗണ്ടിന്, ആ ഹൈഡ്രോ കാർബണ് ഒരു പ്രത്യേക പ്രോപ്പർട്ടി ആയിരിക്കും ഉള്ളത്. സോ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞാണ്. ഈ ഓരോരോ ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ കാർബൺ കോമ്പിനേഷൻസ് ആണ്. ഒരുപാടുള്ള കോമ്പൗണ്ട്സ്, ഒരുപാട് ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സ് നമുക്കുണ്ട്. ഓക്കെ, നമുക്ക് മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചാണ്. കാരണം അത് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആയിട്ടുള്ളത് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിട്ടാണ്.
സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം there is only single bond between them. ബോണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ദാറ്റ് ഈസ് കോവാലന്റ്, ഷെയറിംഗ് ബോണ്ട് ആണ്. സോ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിന് നമ്മൾ ആൽക്കെയിൻസ് എന്ന് വിളിക്കും, ആൽക്കെയിൻസ് എന്ന് വിളിക്കും. നൗ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, അറ്റ്ലീസ്റ്റ് ഇവർ തമ്മിൽ ഒരു ഡബിൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് കാണും. ഒരു ഡബിൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് കാണും. ഒരു ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ ആൽക്കീൻ എന്ന് വിളിക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ വി കോൾ ദം ആൽക്കൈൻസ്. ഓക്കെ അല്ലേ? സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. നമുക്ക് ഓരോന്നും ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നോമൻക്ലേച്ചർ അറിയണം. കാരണം നമ്മളിവിടെ ഹൈഡ്രോകാർബൺസിനെ പരിചയപ്പെട്ടു, നമുക്ക് ആദ്യം അവരുടെ പേര് വിളിക്കണ്ടേ. സോ നോമൻക്ലേച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്, ഒരു പ്രിഫിക്സ് ഉണ്ട്, ഒരു സഫിക്സ് ഉണ്ട്. പ്രിഫിക്സ് എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിന്റെ നമ്പർ ആണ്, എത്ര കാർബൺ ആറ്റം ഉണ്ട്, അതാണ് പ്രിഫിക്സ്, ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഹൈഡ്രോകാർബന്റെ ഫാമിലി, അതായത് നമ്മളിപ്പോ ഏതൊക്കെ ഫാമിലി പഠിച്ചു, ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. സോ ഇവരാണ് രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്. ഇത് രണ്ടും ഓർക്കുക, ഒരു പ്രിഫിക്സ് ഉണ്ട്, ഒരു സഫിക്സ് ഉണ്ട്. സോ ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. പ്രിഫിക്സുകളെ പറ്റി പറയാം. നമ്മൾ പറഞ്ഞ നമ്പറിനെ ബേസ് ചെയ്താണ്. ഓരോ നമ്പറിന് നമ്മൾ ഓരോ പ്രിഫിക്സ് പറയും. ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മെത്ത് എന്ന് വിളിക്കും, രണ്ടാണെങ്കിൽ എത്ത്, മൂന്നാണെങ്കിൽ പ്രൊപ്പ്, നാലാണെങ്കിൽ ബ്യൂട്ട്, അഞ്ചാണെങ്കിൽ പെന്റ്, ആറാണെങ്കിൽ ഹെക്സ്, ഇങ്ങനെ ഏഴാണെങ്കിൽ ഹെപ്റ്റ്, എട്ടാണെങ്കിൽ ഒക്ട്, ഒമ്പതാണെങ്കിൽ നോൺ, പത്താണെങ്കിൽ ഡെക്ക്. ഇങ്ങനെ നമുക്ക് ഓരോ പ്രിഫിക്സ് ഉണ്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക്ക്. അപ്പൊ പറയാൻ ഭയങ്കര ഈസിയാണ്. അപ്പൊ നമ്മളിത് പഠിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സഫിക്സുകളാണ്. സഫിക്സുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓരോ ഫാമിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന്. സോ ഇവിടെ ആൽക്കെയിൻ ഉണ്ട്, ആൽക്കീൻ ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. സോ ആൽക്കെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് എൻഡ് ചെയ്യുന്നത്, സോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ എ എന്നിയിൽ എൻഡ് ചെയ്യും, ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഇ എന്നിയിൽ എൻഡ് ചെയ്യും, ആൽക്കൈൻ എന്ന് പറയുമ്പോൾ വൈ എന്നിയിൽ എൻഡ് ചെയ്യും. ഇത് നമുക്ക് ഓർത്തിരിക്കണം. അപ്പൊ പ്രിഫിക്സ് പഠിക്കണം, സഫിക്സ് പഠിക്കണം. അപ്പൊ നമുക്ക് ഒരാളെ പേരിട്ട് വിളിക്കാൻ പറ്റും, നമ്മുടെ ഹൈഡ്രോകാർബൺസിനെ പേരിട്ട് വിളിക്കാൻ പറ്റും. നമുക്ക് മുന്നോട്ട് പോവാം. ആദ്യത്തെ ആള് ആൽക്കെയിൻ. ഓക്കെ, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്, സിംഗിൾ കൊവാലന്റ് ബോണ്ട് ആയിരിക്കും ഓരോ കാർബൺ ആറ്റവും തമ്മിൽ, അല്ലേ? നമുക്ക് ജനറൽ ഫോർമുല പറയുകയാണെങ്കിൽ CnH2n+2, CnH2n+2 നമ്മൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഇവിടെ n കാണിക്കുന്നത്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് n കാണിക്കുന്നത്. സിംപ്ലസ്റ്റ് ആൽക്കീൻ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്താണ്. സിംപ്ലസ്റ്റ് ആൽക്കീൻ എന്ന് പറയുന്നത് എന്താണ്? മീത്തേൻ ആണ്, അല്ലെ? എയിൻ എന്ന് പറയുമ്പോൾ, മെത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 1. എയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിനെ പറ്റി പറയും, ആൽക്കെയിൻ. സോ ആദ്യത്തെ ആൽക്കെയിൻ മീത്തേൻ. നമുക്ക് ഈ ഫോർമുല, അതിന്റെ ഫോർമുല CH4 അല്ലേ? ഓക്കെ, നമ്മൾ ചെയ്തായിരുന്നു CH4 എന്ന്. അപ്പൊ നമുക്ക് ഇതിലൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ ആണോ? നമുക്ക് ഒരു ഫോർമുല തരുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ആദ്യം C1, N1 അല്ലേ? അപ്പൊ C1H2 into 1, 2 തന്നെ, പ്ലസ് 2 എത്രയാ? CH4 അല്ലേ? So correct അല്ലേ? So this formula is right. CnH2n+2. So alkanes are saturated hydrocarbons because there are single covalent bond between two carbon atoms. ഓരോ കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. ഓക്കെ, ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2. നമ്മൾ മീത്തേന്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിംപ്ലസ്റ്റ് ആൽക്കെയിൻ എന്ന് പറയുന്നത് മീത്തേൻ ആണ്. നമ്മൾ അത് ഇട്ട് നോക്കി, ഫോർമുല കറക്റ്റ് ആണ്, ജനറൽ ഫോർമുല ആയിട്ട് ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതല്ലേ കണ്ടേ? ഓക്കെ, ഇവിടെ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഇവിടെ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഇവിടെ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട്. കാരണം ഇതെല്ലാം മോണോവാലന്റ് ആണ്. Carbon-carbon bond is also single. That means it belongs to the family alkanes. Okay അല്ലേ? അപ്പൊ നമുക്ക് എന്താ മനസ്സിലായേ? നമുക്ക് എല്ലാ സ്ട്രക്ചറും, ആൽക്കൈൻ്റെ എല്ലാ സ്ട്രക്ചറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ജനറൽ ഫോർമുല ഉണ്ടെങ്കിൽ. ഇഫ് യു നോ ദ നമ്പർ ഓഫ്
കാർബൺ ആറ്റംസ് ഓർ എൻ. എൻ ഇപ്പോൾ 2 ആണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചാണ് 2 കാർബൺ ആറ്റം ഉള്ളതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? പ്രിഫിക്സ് എത്താണ് ആൻഡ് എയിൻ എത്താണ് ആൻഡ് എയിൻ എന്നാണ് നമ്മൾ പറയുന്നത് ആൽക്കെയിൻ ആയതുകൊണ്ട്. സോ ഈതെയിൻ, നമുക്കൊന്ന് ഈതെയിന്റെ ഫോർമുല നമുക്കറിയാം, ദാറ്റ് ഈസ് C2H6 ആണ്. സോ അതെന്ന് പറയുന്നത് C2 ആണ്, NCN H2N + 2 അല്ലേ? H2N എന്ന് പറയുന്നത് 2 × 2 4 + 2 ദാറ്റ് ഈസ് 6. കറക്റ്റ് ആയില്ലേ? അപ്പൊ നമ്മുടെ ഫോർമുല റൈറ്റ് ആണ്. നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ആൽക്കീൻസ്, രണ്ടാമത്തെ ആളാണ് ആൽക്കീൻസ് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഓക്കെ, ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ഡബിൾ ബോണ്ട്. ജനറൽ ഫോർമുല CnH2n. നമ്മൾ അവിടെ CnH2n + 2 പഠിച്ച പോലെ ഇവിടെ CnH2n എന്നാണ് ഇവിടുത്തെ ഫോർമുല. സോ നമ്മൾ ഇപ്പൊ നമ്മൾ ആദ്യം n = 2. എന്തുകൊണ്ട് നമ്മൾ n = 1 എടുത്തില്ല എന്ന് നമ്മൾ പറയാം. പക്ഷെ നമ്മൾ ഇവിടെ ആദ്യം n = 2 എടുക്കുകയാണെങ്കിൽ CnH2n എന്ന് പറയുമ്പോൾ C2H2 × 2 C2H4 ആണുള്ളത്. നമ്മൾ പറയുമ്പോൾ പറഞ്ഞു ആൽക്കീൻ ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് ആണ് കാർബൺ തമ്മിൽ. പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ വാലൻസി 4 ആയതുകൊണ്ട് 2 ഓക്കെ ആയി, 2 ഇലക്ട്രോൺസിന് ഷെയർ ചെയ്ത് കിട്ടി. ഇനി 2 എണ്ണം കൂടെ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഹൈഡ്രജനെയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും അല്ലെ? ഓരോ ഹൈഡ്രജനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ 2 എണ്ണമായി, ഇനി 2 ഹൈഡ്രജനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. സോ 8 ഇലക്ട്രോൺസിന് നമ്മുടെ ഒരു കാർബണ് കിട്ടി. ആൻഡ് ഇവിടുന്നും 8 ഇലക്ട്രോൺസിനെ കിട്ടി. സോ സ്റ്റേബിൾ ആയി നമ്മുടെ കോമ്പൗണ്ട്. സോ ഇതാണ് നമ്മുടെ ഈത്തീൻ എന്ന് പറയുന്നത്. ഈത്തീൻ പോലെ ഈത്തീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ ആൽക്കീൻ ഫാമിലി. എന്തുകൊണ്ട് n = 1 എടുക്കുന്നില്ല? n = 1 എടുത്താൽ C1H2 എന്ന് വരും. അപ്പോൾ C1H2 നമുക്കറിയാം കാർബൺ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ ഉള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 എണ്ണമേ ഉള്ളൂ. കാർബൺ സ്റ്റേബിൾ ആയില്ല, 2 എണ്ണം കൂടെ ഉണ്ട്. സോ ഈ കോമ്പൗണ്ട് വാലിഡ് അല്ല. ഓക്കെ, നമുക്ക് അതുകൊണ്ട് നമ്മൾ 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽക്കീൻസ്. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ദാറ്റ് ഈസ് ആൽക്കൈൻസ്, നമ്മുടെ അവസാനത്തെ ഫാമിലി മെമ്പർ. ആൽക്കൈൻസ് നമുക്കറിയാമാണ്, ഇറ്റ്സ് ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് അല്ലെ? ജനറൽ ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം, CnH2n - 2. ഓക്കെ, n = 2. നമ്മൾ n = 2 തന്നെയാണ് എടുക്കുന്നത് ഇവിടെയും. n = 1 എടുക്കാത്ത കാര്യം നമുക്കറിയാം. C2H2 ആണ് നമ്മുടെ ഫോർമുല വരുന്നത്. കാരണം C2H2 × 2 എന്ന് പറയുന്നത് 4 ആണ്, -2 = C2H2 അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈത്തൈൻ എന്ന് വിളിക്കും. ഓക്കെ, ഈത്തൈൻ, അതുപോലെ തന്നെ പ്രൊപ്പൈൻ, അങ്ങനെ ഓരോരോ കോമ്പൗണ്ടും നമ്മുടെ ഈ ഫാമിലിയിലുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കാർബൺ 2 കാർബൺ ഉണ്ട്, അവർ തമ്മിലുള്ള ബോണ്ട് എന്താണ്? ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ 3 ഇലക്ട്രോണിന്റെ വാലൻസി ഇറ്റ്സ് ഓക്കെ. ഒരു ഇലക്ട്രോണും കൂടെ ബാക്കിയുണ്ട്. സോ വി നീഡ് ഒരു ഹൈഡ്രജൻ ആൻഡ് ഇവിടുത്തെ ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ട്. സോ അത് നമ്മുടെ ഒരു ഹൈഡ്രജൻ വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. സോ C2H2 ആൽക്കീനെ കിട്ടിയല്ലോ, സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലോട്രോപ്സ് ഓഫ് കാർബൺ. നമ്മൾ ആദ്യം കണ്ടത് ഫ്രൂട്ട്സ്, ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ആയിരുന്നു. സോ ഇവരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അല്ലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്, ഫ്രൂട്ടിൽ നോർമലി കാർബൺ ഉണ്ട്, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അതിനകത്തുള്ളത്. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി. പക്ഷെ നമ്മൾ ഡയമണ്ടിനെയും ഗ്രാഫൈറ്റിനെ കുറിച്ച് ഇവിടെ സംസാരിക്കും. കാർബൺ നമ്മുടെ നേച്ചറിൽ ഒരുപാട് ഫോമിൽ ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഉണ്ടാവും, ഒരുപാട് ഫോമിൽ ഉണ്ടാവും. അതിലുള്ള ഒരു ഫോമാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഫുള്ളറിൻ. ഡയമണ്ടിന്റെയും ഗ്രാഫൈറ്റിന്റെയും കാര്യം പറയുകയാണെങ്കിൽ,
ദേ ഓൾ ആർ ഫോംഡ് ബൈ കാർബൺ. എല്ലാം കാർബൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അവർ തമ്മിലൊരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ തമ്മിൽ ബോണ്ടിങ്ങിലും സ്ട്രക്ചറിലും ഡിഫറൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ അലോട്രോപ്സ്. ഡിഫറെന്റ് ഫോമിൽ കാണുന്നു, ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്, പക്ഷെ കെമിക്കലി ദേ മേ ബി സിമിലർ. ഓക്കെ, ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ 4 വാലൻസി ആണുള്ളത് കാർബണിന്. സോ 4 അത് കാർബൺ ആറ്റമായിട്ട് തന്നെ അത് ജോയിൻ ചെയ്യും. 4 എണ്ണമായിട്ട് ജോയിൻ ചെയ്ത് ഒരു 3D ഡയമെൻഷണൽ സ്ട്രക്ചറായി മാറും. ഓക്കെ, ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ കാർബൺ 3 കാർബൺ ആറ്റം കൊണ്ടാണ്, അതായത് 3 കാർബൺ ആറ്റത്തിനോട് മാത്രമേ അത് ചേരുന്നുള്ളൂ. സോ പക്ഷേ നമ്മളപ്പോ ഓർക്കും ഒരു കാർബൺ ഒരു ഇലക്ട്രോൺ ഈസ് നോട്ട്, അതായത് ഒരു ഇലക്ട്രോണിന് ബോണ്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ലല്ലോ, 3 എണ്ണം അല്ലേ ആയുള്ളൂ ബോണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാർബൺ ആയിട്ട് ഡബിൾ ബോണ്ട് ആണുള്ളത്. അപ്പൊ ഓക്കെ ആയില്ലേ, ഒരു ഡബിൾ ബോണ്ടും 2 സിംഗിൾ ബോണ്ട്സും ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ അത് അറേഞ്ച് ചെയ്യുമ്പോൾ ഹെക്സഗണൽ അറേ ആയിട്ടായിരിക്കും, അതായത് ഹെക്സഗണൽ അറേ പോലെ ആയിരിക്കും അത് അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ഇവര് ഹെക്സഗണൽ അറേ ആയിട്ട് ഓരോരോ ലെയർ ആയിട്ടാണ് നമ്മുടെ ഗ്രാഫൈറ്റിൽ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇത് ഗുഡ് കണ്ടക്ട്, കാരണം ഈ ലെയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യും. അങ്ങനെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ ഗ്രാഫൈറ്റിനെ വിളിക്കാറ്. നോർമലി അവർ പൂവർ കണ്ടക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഇത് മാത്രമാണ് ഒരു എക്സെപ്ഷൻ. അത് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, നൗ ഫുള്ളറി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വലുതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ഫുള്ളറി എന്ന് പറയുന്നത് ഒരു അലോട്രോപ്പ് തന്നെയാണ്. ഇവിടെ നമ്മുടെ കാർബൺ ആറ്റംസ് ഒരു ഫുട്ബോൾ പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുള്ളറി എന്ന് പറയുന്നത് ബക്മിൻസ്റ്റർ ഫുള്ളറി എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ആർക്കിടെക്ടറിന്റെ ഒരു ഡോം ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബക്മിൻസ്റ്റർ ഫുള്ളറിന്റെ പേരിൽ ഫുള്ളറി എന്ന് ഇതിനെ വിളിക്കുന്നത്. C60 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫേമസ് സംഭവമാണ്. ആൻഡ് ഇറ്റ്സ് അറേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫുട്ബോൾ. ഇത് ഓർത്തിരിക്കുക. അലോട്രോപ്സ് ഓഫ് കാർബൺ, ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറിൻ. ദാറ്റ്സ് എ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അതിന്റെ ആ സ്ട്രക്ചറും കൂടെ ഒന്ന് കാണാം. കാരണം നമ്മൾ പറഞ്ഞില്ലേ ഒരു കാർബൺ ഇറ്റ് ഈസ് ബോണ്ടഡ് ടു 4, ഈ കാർബൺ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബോണ്ടഡ് ടു 4 അതർ കാർബൺ ആൻഡ് ഒരു 3D ഡയമെൻഷണൽ സ്ട്രക്ചറിലേക്ക് പോരും. സോ ഗ്രാഫൈറ്റിൽ നമ്മൾ പറഞ്ഞു ഒരു കാർബൺ ആറ്റം 3 കാർബൺ ആറ്റം ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരെണ്ണം ഡബിൾ ബോണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ അറേ ആയിട്ട് ഹെക്സഗണൽ അറേ ആയിട്ട് ലെയർ ബൈ ലെയർ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫുട്ബോളിന്റെ ഫോമിലുള്ള ബക്മിൻസ്റ്റർ ഫുള്ളറി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ അലോട്രോപ്സ് ഓഫ് കാർബൺ. അപ്പോൾ ഓക്കെ, നമുക്ക് ഒന്നുകൂടെ എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാർബൺ എന്ന കോമ്പൗണ്ടിനെ കുറിച്ചാണ് സംസാരിച്ചത്. കാർബൺ ഫോം ചെയ്യുന്ന കൊവാലന്റ് ഷെയറിംഗ് ബോണ്ടിനെ പറ്റി സംസാരിച്ചു. അത് പല രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നെക്സ്റ്റ് നമ്മൾ സംസാരിച്ചത് ഹൈഡ്രോ കാർബൺസിനെ പറ്റിയാണ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന 3 ഫാമിലി ഉണ്ട്, അൽക്കെയിൻ, അൽക്കീൻ, അൽക്കൈൻ. ഓരോ ഫാമിലിക്കും ഓരോ പേരുണ്ട്. എങ്ങനെയാണ് അത് പ്രിഫിക്സും സഫിക്സും കൂട്ടി വായിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് അലോട്രോപ്സ് ഓഫ് കാർബണെ കുറിച്ച്, അതായത് ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറീൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.